അപ്പോൾ നമ്മളിന്ന് ഇവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പോണ്. അപ്പോൾ നമ്മളിവിടെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഇവിടെ ഉണ്ടോ, നമ്മളിവിടെ ടെൻ്റ് അടിക്കുകയാണ്. നല്ല രീതിയിൽ ഇരുട്ടായി തുടങ്ങി. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. സൂര്യനൊക്കെ ഏറെ അസ്തമിച്ച് കഴിഞ്ഞിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലൗഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വാഗമൺ റൈഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തതുകൊണ്ട് കണ്ടിട്ട് വരാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് വാഗമണിനടുത്തുള്ളൊരു അടിപൊളി മലയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അതെ ടെൻറ്റ് ക്യാമ്പിനുള്ള സെറ്റപ്പൊക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആൽബിനും ജെഫിനുമാണ്. മലമുകളിലൊരു നിധിയുണ്ട്. ആ നിധി എന്താണെന്ന് നമുക്ക് നാളെ നേരം വെളുത്ത് കഴിഞ്ഞറിയാൻ പറ്റും, വെളുപ്പിന്. അപ്പോൾ ഇതുപോലെയുള്ള ഓഫ് റോഡൊക്കെ കയറി കഷ്ടപ്പെട്ട് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നുള്ളത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടെൻറ്റിങ്ങിൻ്റെ അവസാനത്തെ പണിപ്പുരയിലാണ്. ഏകദേശം ടെൻ്റൊക്കെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ ഷീറ്റ് ഇട്ട് കിട്ടാൽ മതി. അപ്പോൾ നമ്മൾ 2 ടെൻ്റ് ഉണ്ട്. രണ്ടും സെയിം ഡക്കാത്തലിൻ്റെ ടെൻ്റല്ല, രണ്ടും സെയിം ഡക്കാത്തലിൻ്റെ ടെൻ്റാണ്. 2 പേരുടെ ടെൻ്റാണ്. പക്ഷേ ഇന്ന് നമ്മൾ 3 പേര് ഇതിനകത്ത് കിടക്കണം കേട്ടോ. 2 ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ സമയം പോകും. രാവിലെ അഴിക്കാൻ പറ്റുന്ന പാടാണ്. അടിച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു ടൈം വേസ്റ്റ് ചെയ്യാനുള്ള വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒറ്റ ടെൻ്റ് 3 പേര് കിടക്കണത്. അത് തന്നെ മടി. പിന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പോകണം, നാളെ പോയിട്ട് വേണം എല്ലാവർക്കും ജോലിക്ക് പോകണമെന്നാണ്. അപ്പോൾ നമ്മൾ ടെൻറ്റ് ക്യാമ്പിങ് എങ്ങനെയാണ് ഉണ്ടായത്? ഏത് ഞായറാഴ്ച വരും, ടെൻ്റ് അടിക്കും, പിറ്റേ ദിവസം രാവിലെ ഒക്കെ പറക്കിയെടുത്ത് നമ്മൾ വീട്ടിൽ പോകും. അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർ ഓഫീസിൽ പോകും, വീട്ടിൽ പോകുന്നവർ വീട്ടിൽ പോകും. അപ്പോൾ നേരത്തെ കോട്ടയത്ത് നിന്ന് വന്ന പിള്ളേർ അവിടെ അറ്റത്ത് എവിടെയാണ് കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഇതുവരെ തിരിച്ചു വന്നല്ല, അവർ ഇന്ന് തന്നെ തിരിച്ചു വന്നു തോന്നണം. അപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ ഫൈനൽ പണി കഴിഞ്ഞ് പുറത്തുള്ള വാട്ടർ പ്രൂഫ് ഷീറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ, സമയം ഇരുട്ടായിട്ടുണ്ട്. 6:45 ആയി. എന്നാലും അത്യാവശ്യം ചെറിയ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ കൂടെ വെച്ചിട്ട് ടെൻ്റൊക്കെ കൂടെ ഉണ്ട്. നൈസാണ്. അങ്ങോട്ട് അറ്റത്തേക്ക് താഴെ ടൗണൊക്കെ ഉണ്ട്. നമ്മുടെ കട്ടപ്പനയ്ക്ക് പോണ വഴിയാണ് അവിടേക്ക്. പശുപ്പാറ ഒക്കെയാണ് അങ്ങോട്ടേക്ക് കേട്ടോ, പശുപ്പാറ. ആഹാ, കരിസ്മ 2 പാർക്ക് ലൈറ്റ് പൊളിയുണ്ടോ. പിന്നെ നമ്മുടെ ആൽബിനും മറ്റേ ഇവനും അവിടെ ഇരിക്കുന്നുണ്ട്. ഏയ് അതിങ്ങനെ പറ്റില്ല, ട്രാക്ക് ലൈവാണെങ്കിൽ വരുള്ളൂ. ബാറ്ററി കിടക്കണ്ടോ. നമ്മുടെ നൈറ്റ് തീയെ കൂട്ടിയിട്ടിട്ട് സെറ്റപ്പ് ചെയ്യണ്ട, തീ കൊള്ളാൻ വേണ്ടിക്കാണ്. കണ്ട ഓലയും വെള്ളം ചുറ്റിന്റെ ഓലയൊക്കെ ഇട്ടണ്ട തീയിട്ടാണ്. വേറെ വിറകൊന്നുമില്ല ഇവിടെ. വാഗമണില് മല മൊത്തം കത്തിച്ച് 3 സംഘം. അയ്യോ, ഓക്കെ, നല്ല തണുപ്പാണ് കേട്ടോ. കാര്യം ഇന്ന് സൺഡേ ആയിട്ടും വാഗമണിൽ തിരക്കുണ്ടായില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മൂന്നാറിൽ മഞ്ഞ് വീണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മൂന്നാർക്ക് കൂടി തന്നെ. വാഗമണിൽ കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ല. തീ ഒരുമിച്ചിട വലിച്ചേരിട്. ആൽവിനോട് പോസ്റ്റ് കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആൽവിനോട് ബനിയനിലാണ് ഞാൻ നിൽക്കണേ. അയ്യോ, ജെഫിനെ കാണാനല്ല, അതിന്റെ മുകളിൽ എവിടെയും കണ്ടിട്ടുണ്ട്. നമ്മളത് എന്തൊക്കെ ഇട്ട് സെറ്റപ്പ് പൊളിയാണ്. അപ്പോൾ ചെറിയൊരു ഓലയും ചൂട്ടൊക്കെ ഇട്ട് ചെറിയൊരു ക്യാമ്പ് ഫയർ. ആഹാ, പിന്നെ നമുക്ക് കയ്യിലുള്ള ഏത്തപ്പഴം വണ്ണൊക്കെ തിന്നിട്ട് അത് ടെൻറ്റിൽ കിടന്നുറങ്ങാം. നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ ടെൻ്റൊക്കെ നമ്മൾ തുറന്ന്
താഴേക്കുള്ള വീസൊക്കെ ഉണ്ട് നോട്ടെ. ബാഗിന്റെ ബാഗിൽ ചുമ്മാ ഇട്ടേക്കണേ. ഓ അടിപൊളി. ക്ലൗഡ് ബെഡൊന്നുമില്ല, പക്ഷെ നല്ല ക്ലിയറാണ്. അടിപൊളിയാണ് മോനെ. അടിപൊളി. ഓ ബോഡി ബീവ്സ്, ബോഡി വേവ്. താഴെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നു കേട്ടോ. ആഹാ അടിപൊളിയാണ് കേട്ടോ. ഓ നല്ല കൂളിങ് തണുപ്പുണ്ട് താഴത്ത്. നല്ല രീതിയിലുള്ളൊരു പൊളി ആംബിയൻസ് ആണ്. അടിപൊളിയായിരുന്നു നൈറ്റൊക്കെ. ടെൻറ്റിൽ നല്ല തണുപ്പായിരുന്നു. വളരെ സൈലൻ്റാണ് കേട്ടോ. ഒരു അനക്കമില്ല, വലിയ കാറ്റില്ല, ഒന്നുമില്ല. അടിപൊളിയാണ്. നല്ല രീതിയിൽ നൈറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. എന്തായാലും മോർണിംഗ്സുള്ള വ്യൂസൊക്കെ വേറെ ലെവലാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള മോർണിംഗ് വ്യൂസൊക്കെ. നമ്മൾ ഇന്നലെ വൈകുന്നേരം അവിടെ അറ്റം വരെയും പോയിട്ടാണ് വന്നത് ഇങ്ങോട്ട്. സൺലൈറ്റൊക്കെ വന്നു തുടങ്ങി. നല്ല രീതിയിലുള്ള സൺലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഏലപ്പാറയിൽ നിന്നാണ് ഇന്ന് സൂര്യോദയം. നല്ല രീതിയിലൊക്കെ ലൈറ്റൊക്കെ വന്നു തുടങ്ങി. അയ്യോ തണുത്തിട്ടൊന്നും പറയാൻ പറ്റില്ലടി. നല്ല തണുപ്പുണ്ട് കേട്ടോ, വിചാരിച്ചു പോയിട്ടില്ല. അടിപൊളിയാണ്. ഓഹോ താഴേക്കൊക്കെ നോക്കി നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ട്. റെൻ്റൊക്കെ പാക്കപ്പ് ചെയ്ത് നമ്മൾ സ്റ്റാൻഡേർഡാണ് അവിടെ. കഴിയാനുള്ളതാണോ? അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. എൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഇനി താഴേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ അതെ നല്ല രീതിയിൽ സൂര്യനൊക്കെ വന്ന് ഏകദേശം 11 മണി ആയ രീതിയിലുള്ള സൂര്യനായിട്ടാ. സമയം 7 മണി ആയിട്ടുള്ളൂ. 7:20.
നമ്മുടെ ബ്രേക്കിൻ്റെ സൗണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നു. നമ്മൾ താഴെ എത്തി. അറിയിക്കോ അതെ അവിടെ വഴിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ വഴി തിരിച്ചിറങ്ങണം. ഈ ഒരു ഇറക്കം മാത്രം ഒരു ടാസ്ക് ഉള്ളൂ കേട്ടോ. ഈ സൈഡ് പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങോട്ട് ഇറങ്ങോ? അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെത്താൻ പറ്റില്ല. ഇറങ്ങിയാ ആ കാലത്തള്ളന്നുണ്ടല്ലേ? കാലത്ത് ഞാൻ ഫ്രണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് അതല്ല എൻ്റെ ഒരു തലവേദന. ഫ്രണ്ട് കാണാൻ പറ്റാത്തുള്ള എനിക്ക് തലവേദന. അത് കയറിക്കോളും. മാറിട്ട് വഴിയാണ്. കേരള ഒരു ചടങ്ങാണല്ലോ കയറിക്കൊള്ളുക. മാറിക്കോ ഓ പതിവന്നാതി. ഓക്കെ പോവാ. ഇപ്പോൾ മുകളിലെത്തി. അപ്പോൾ നമ്മൾ ആ മലയുടെ അവിടേക്കാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോയത്. അപ്പോൾ ഇനി നമുക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അങ്ങനെയുള്ളൂ. വീഡിയോക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ്.